KJN അസോസിയേറ്റ്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മളിപ്പോൾ കുറച്ച് കാലമായിട്ട് കേൾക്കുന്നതാണ് സ്ത്രീ സുരക്ഷാ പെൻഷൻ എന്ന്. അതിനെക്കുറിച്ച് ഇന്നും പലർക്കും അറിയില്ലാത്തതായിരിക്കും. നമ്മുടെ കേരള സർക്കാർ സ്ത്രീകൾക്ക് വേണ്ടിയിട്ട്, സ്ത്രീകളുടെ ഉന്നമനത്തിന്, സ്ത്രീകൾക്ക് വേണ്ടി, വീട്ടമ്മമാരായ സ്ത്രീകൾക്ക് വേണ്ടി നടപ്പിലാക്കുന്ന സ്ത്രീ സുരക്ഷാ പദ്ധതിയാണ് സ്ത്രീ സുരക്ഷാ പെൻഷൻ. ഈ സ്ത്രീ സുരക്ഷാ പെൻഷന് അർഹതയുള്ളവർ ആരൊക്കെയാണ്? 35 വയസ്സിനും 60 വയസ്സിനും ഇടയിൽ പ്രായമുള്ള, പിങ്ക് മഞ്ഞ കാർഡുകൾ, പിങ്ക് മഞ്ഞ റേഷൻ കാർഡ് ഉടമകളായ, റേഷൻ കാർഡിൽ ഉൾപ്പെട്ട വനിതകളും അതുപോലെ തന്നെ ട്രാൻസ് വുമണുകളുമാണ് ഇതിന് അർഹരായിട്ടുള്ളത്. എല്ലാവരും പ്രത്യേകം ശ്രദ്ധിക്കണം. പിങ്ക് മഞ്ഞ റേഷൻ കാർഡുകളുള്ളവർക്ക് മാത്രമാണ് ഇതിനപേക്ഷിക്കാൻ അർഹതയുള്ളത്. കൂടാതെ ഈ പെൻഷൻ അപേക്ഷിക്കുന്ന എല്ലാവരും തന്നെ കേരളത്തിൽ സ്ഥിരതാമസമുള്ളവരായിരിക്കണം എന്ന നിബന്ധന അതിലുണ്ട്. അതിനോടൊപ്പം തന്നെ നമ്മൾ ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യം, പ്രായം 35നും 60നും ഇടയിലായിരിക്കും. 60ാമത്തെ വയസ്സ് കടന്നാൽ ആ നിമിഷം നമ്മൾ ആ പദ്ധതിക്ക് പുറത്താകുന്നതായിരിക്കും. ആ സ്ത്രീകൾ അതിന് പുറത്താകുന്നതാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ 35നും 60നും ഇടയിൽ പ്രായമുള്ളവർ മാത്രം, അതായത് 35 വയസ്സുള്ളവർക്ക് അപേക്ഷിക്കാം. പക്ഷേ 60 വയസ്സായി കഴിഞ്ഞാൽ ക്ഷേമ പെൻഷൻ അപേക്ഷിക്കണം. ഈ പെൻഷൻ അപേക്ഷിക്കാൻ സാധിക്കുന്നതല്ല. അതുപോലെ തന്നെ നമ്മൾ ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യമാണ്, ഈ നമ്മുടെ ഇതിൽ സ്ത്രീ സുരക്ഷാ പെൻഷന് അർഹതയുള്ളവർക്ക് മറ്റു പെൻഷനുകൾ, അതായത് ഈ 35നും 60നും ഇടയിൽ പ്രായമുള്ള അവരാരും തന്നെ സർക്കാർ, അർദ്ധ സർക്കാർ സ്ഥാപനങ്ങളിൽ വർക്ക് ചെയ്യുന്നവരാവരുത്. സർക്കാർ ഉടമസ്ഥതയിലുള്ള ഏതെങ്കിലും സ്ഥാപനങ്ങളിൽ കരാർ ജീവനക്കാരും ആവരുത്. അതുപോലെ തന്നെ മറ്റൊരു കാര്യം ശ്രദ്ധിക്കേണ്ടത്, പെൻഷനുകൾ, അതായത് വിധവാ പെൻഷനോ അതുപോലുള്ള ഏതെങ്കിലും പെൻഷനുകൾ വാങ്ങുന്നവരാകരുത് എന്ന നിബന്ധന കൂടി ഇതിനോടൊപ്പം പറയുന്ന നിബന്ധനകളിലൊന്നാണ്. അപ്പോൾ ഇതും കൂടി നമ്മൾ ശ്രദ്ധിക്കേണ്ടതാണ്. സർക്കാർ, അർദ്ധ സർക്കാർ സ്ഥാപനങ്ങളിലെ ജീവനക്കാരോ അല്ലെങ്കിൽ അവിടുത്തെ കരാർ തൊഴിലാളികളാവരുത്. അതുപോലെ തന്നെ ഈ സർവകലാശാലകളോ സർക്കാർ ഉടമസ്ഥയിലുള്ള ഏതെങ്കിലും സ്ഥാപനങ്ങൾ ഉള്ള ജീവനക്കാരാവരുത് എന്നതിനൊപ്പം തന്നെ നമ്മൾ ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യമാണ്, ഇവരാരും തന്നെ മറ്റു പെൻഷനുകളൊന്നും തന്നെ, മറ്റുള്ള ഒരു പെൻഷനും നിലവിൽ വാങ്ങുന്നവരാകരുത് എന്നൊരു നിബന്ധന കൂടി അതിനോടൊപ്പം സർക്കാർ വയ്ക്കുന്നുണ്ട്. അങ്ങനെയുള്ള ആളുകൾക്ക് മാത്രമാണ് ഈ സ്ത്രീ സുരക്ഷാ പെൻഷന് അപേക്ഷിക്കാൻ അർഹതയുള്ളൂ. ഇനി ഇത് അപേക്ഷിക്കുന്നത് എങ്ങനെയാണ്? നമ്മുടെ സംസ്ഥാന സർക്കാർ കൊണ്ടുവന്ന K-സ്മാർട്ട് എന്ന ആപ്പ് വഴിയാണ് ഇത് അപേക്ഷിക്കേണ്ടത്. K-സ്മാർട്ട് എന്ന ആപ്പ് വഴി നമ്മൾക്കിത് അപേക്ഷിക്കാം. K-സ്മാർട്ട് വഴി അപേക്ഷിക്കാനായിട്ട് നിങ്ങളുടെ അടുത്തുള്ള ഏതെങ്കിലും ജനസേവാ കേന്ദ്രത്തിൽ ചെന്നാൽ മതി. ഞാൻ KJN അസോസിയേറ്റ്സ് എന്ന എൻ്റെ ഈ യൂട്യൂബ് ചാനൽ പോലെ തന്നെ ഈ പേരിൽ ഞാൻ കൊടുങ്ങല്ലൂർ ഒരു ജനസേവാ കേന്ദ്രം നടത്തുന്നുണ്ട്. അവിടെ വന്നാൽ ഞാൻ എല്ലാവർക്കും ചെയ്തു കൊടുക്കുന്നതാണ്. ഒരു നിശ്ചിതമായ ചെറിയ തുകയാണ് ഞാൻ ഈടാക്കുന്നത്. അപ്പോൾ ഇതിനു വേണ്ടി ആവശ്യമായ രേഖകൾ എന്തൊക്കെയാണെന്ന് നോക്കാം. ആദ്യം തന്നെ നമ്മുടെ റേഷൻ കാർഡ്, അത് പിങ്കോ മഞ്ഞ റേഷൻ കാർഡ് ആയിരിക്കണം. റേഷൻ കാർഡ് വേണം. രണ്ടാമത്തെ രേഖ നമ്മുടെ ആധാർ കാർഡാണ്. ആധാർ കാർഡ് ഉണ്ടാവണം നമ്മുടെ കയ്യിൽ. മൂന്നാമത്തെ രേഖ എന്താണ്? മൂന്നാമത്തത് നമ്മൾ കയ്യിൽ കരുതേണ്ടത് നമ്മുടെ ഒരു ഫോട്ടോ, പാസ്പോർട്ട് സൈസ് ഫോട്ടോ നമ്മുടെ കയ്യിൽ വേണം. നാലാമതായിട്ട് നമ്മുടെ ബാങ്കിൻ്റെ ബാങ്ക് പാസ്ബുക്ക് വേണം. ഇതിനോടൊപ്പം തന്നെ അഞ്ചാമതൊരു രേഖ കൂടി വേണം. അത് പ്രായം തെളിയിക്കുന്നതിനുള്ള രേഖയാണ്. പ്രായം തെളിയിക്കുന്നതിനുള്ള രേഖയിൽ സർക്കാർ പ്രത്യേകം 4 ഡോക്യുമെൻറ്റ്സാണ് പറയുന്നത്. ഈ 4 ഡോക്യുമെൻറ്റ്സിലാണ്ട് മറ്റൊന്നും നമുക്ക് പ്രായം തെളിയിക്കുന്ന രേഖയായിട്ട് സബ്മിറ്റ് ചെയ്യാൻ പറ്റില്ല. ഏതൊക്കെയാണെന്ന് നോക്കാം. സ്കൂൾ സർട്ടിഫിക്കറ്റ്, രണ്ടാമത്തത് ജനന സർട്ടിഫിക്കറ്റ്, മൂന്നാമത്തത് ഡ്രൈവിംഗ് ലൈസൻസ്, നാലാമത്തത് പാസ്പോർട്ട്. ഈ 4 രേഖകളൊന്നും നമ്മുടെ കയ്യിലില്ലെങ്കിൽ
ഈ രേഖകൾ ജനനത്തീയതി തെളിയിക്കുന്നുള്ള ഈ രേഖകളൊന്നുമില്ല എന്നുള്ള മെഡിക്കൽ ഡോക്ടറുടെ ഒരു ഡോക്ടറുടെ കയ്യിൽ നിന്നും ഒരു സർട്ടിഫിക്കറ്റ് നമ്മുടെ കയ്യിലില്ല എന്ന് തെളിയിക്കുന്നതിന് വേണ്ടി ഇതും നമ്മുടെ ജനനത്തീയതി ഇതാണെന്ന് പറഞ്ഞുകൊണ്ടുള്ള ഡോക്ടറുടെ കയ്യിൽ നിന്നുള്ള സർട്ടിഫിക്കറ്റാണ് നമ്മൾ പ്രായം തെളിയിക്കുന്നതിനായിട്ട് ഹാജരാക്കേണ്ടത്. അപ്പോൾ ഇത്രയും രേഖകൾ കൊണ്ടാണ് നമ്മൾ ജനസേവാ കേന്ദ്രത്തിലോട്ട് എത്തേണ്ടത്. ഈ 5 രേഖകളെല്ലാവരും പ്രത്യേകം ശ്രദ്ധിക്കുക. 1 ആധാർ കാർഡ്, രണ്ടാമത്തേത് നമ്മുടെ റേഷൻ കാർഡ് പിങ്കോ മഞ്ഞ ആയിരിക്കണം. 3-ാമത്തെ കാര്യം എന്ന് പറയുന്നത് നമ്മുടെ ബാങ്കിൻ്റെ പാസ്ബുക്കാണ്. ബാങ്ക് പാസ്ബുക്ക് കയ്യിൽ കരുതുക. ഒപ്പം തന്നെ നമ്മുടെ ഒരു ഫോട്ടോ കയ്യിൽ കരുതുക. ഈ പറയുന്ന ജനനത്തീയതി തെളിയിക്കുന്ന അല്ലെങ്കിൽ നമ്മുടെ പ്രായം തെളിയിക്കുന്നതിനുള്ള ഈ 4 സർട്ടിഫിക്കറ്റുകൾ ഏതെങ്കിലും ഒന്ന് നമ്മുടെ കയ്യിൽ കരുതുക. അപ്പോൾ ഇത്രയും കൊണ്ട് പോവുക. നമുക്കിപ്പോൾ ഇത് അപേക്ഷിച്ച് സ്ത്രീകൾ ഈ 35-60 സ്ത്രീകൾക്ക് ഇത് അപേക്ഷിച്ച് കഴിഞ്ഞാൽ 1000 രൂപയാണ് സർക്കാരിൽ നിന്നും മാസം തോറും ലഭിക്കുക. പെൻഷൻ, സ്ത്രീകൾക്കുള്ളൊരു പെൻഷൻ എന്ന നിലയിൽ 1000 രൂപ വീതമാണ് ലഭിക്കുക. അപ്പോൾ സ്ത്രീ സുരക്ഷാ പെൻഷന് നാളെ മുതൽ നമുക്ക് അപേക്ഷിക്കാം. ഇന്നു മുതലാണ് സർക്കാർ പ്രഖ്യാപിച്ചിട്ടുണ്ടായതെങ്കിലും ഇന്ന് നമ്മുടെ വാർഡുകളുടെ അപ്ഡേഷൻ നടക്കുന്നതിനാൽ ഇന്നത്തെ ദിവസം അപേക്ഷകളൊന്നും സ്വീകരിക്കാൻ സാധിച്ചിട്ടില്ല. നാളെ മുതൽ നമ്മുടെ അപ്ഡേഷൻ നാളെ മുതൽ നമുക്ക് അപേക്ഷ ആരംഭിക്കുന്നതാണ്. അപ്പോൾ എല്ലാവരും 35 വയസ്സിനും 60 വയസ്സിനും ഇടയിലുള്ള പിങ്ക് മഞ്ഞ കാർഡുള്ള മറ്റു പെൻഷനുകളൊന്നുമില്ലാത്ത അതുപോലെ തന്നെ സർക്കാർ അർദ്ധ സർക്കാർ കരാർ ജീവനക്കാരല്ലാത്തവർക്ക് നാളെ മുതൽ അപേക്ഷിക്കാവുന്നതാണ്. അപ്പോൾ പുതിയൊരു വീഡിയോയുമായി വരുന്നവരെ എല്ലാവർക്കും നന്ദി. ശുഭദിനം.